കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ സുഗ്രീവൻ കുറച്ച് കണ്ടീഷൻസ് വെക്കുകയാണ് ശ്രീരാമനോട് അല്ലേ. അപ്പോൾ പിന്നെന്താണ്, ആദ്യം അത് കാണിച്ചു കൊടുത്തു ദുന്ദുഭിയുടെ, അത് ഒരു കാറിൻ്റെ പെരവിരൽ കൊണ്ടങ്ങോട്ട് അടിച്ചിട്ട് അനവധി ദൂരെ 2 യോജന ദൂരെ പോയി വീണു എന്ന് പറഞ്ഞുവല്ലോ. പിന്നെ അപ്പോൾ അത് കുറച്ച് ബോധ്യമായി. പിന്നെ പറഞ്ഞു ഒരൊറ്റ അമ്പോണ്ട് 7 സാലവൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. ആ ഒറ്റ അമ്പ് ഉപയോഗിച്ചിട്ട് ഈ താലങ്ങളിലും, താലവൃക്ഷങ്ങളിൽ, സാലല്ല കേട്ടോ, താലാണ്, 7 താലവൃക്ഷങ്ങളിലും ദ്വാരം ഉണ്ടാക്കാൻ അങ്ങയ്ക്ക് സാധിക്കും വെച്ചാൽ ബാലി അങ്ങയാൽ നിഗ്രഹിക്കപ്പെടുന്നതിനുള്ള വിശ്വാസം എനിക്കുണ്ടാവും. അങ്ങനെ വട്ടത്തിൽ നിൽക്കുക, സെമി സർക്കിളിൽ നിൽക്കണ ആ 7 താലവൃക്ഷങ്ങളിലും ഒറ്റമ്പ് ഉപയോഗിച്ചിട്ട് ദ്വാരം ഉണ്ടാക്കാൻ സാധിച്ച, അതായത് ആദ്യത്തെ കൂടെ ഇങ്ങോട്ട് തുളച്ചിട്ട് ഈ സെമി സർക്കിളിൽ നിൽക്കണ അവസാനത്തെ താലവൃക്ഷത്തിൽ കൂടെ അമ്പ് തിരിച്ചു വരണം, എല്ലാറ്റിലും ഓട്ടം ഉണ്ടാക്കിയിട്ട് ദ്വാരം. അങ്ങയ്ക്ക് ബാലി നിഗ്രഹിക്കാൻ പറ്റുന്ന എനിക്ക് വിശ്വാസമാവും എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയത് കേട്ടോ. ഇനി 74ഉം 75ഉം ചെയ്യാം. തഥേതി ധനുരാദായ സായകം തത്ര സന്തതേ ബിഭേദ ച തദാ രാമ 7 താലാൻ മഹാബല താലാൻ 7 വിനിർഭിദ്യ ഗിരിം ഭൂമിം ച സായകഃ പുനരാഗത്യ രാമസ്യ തൂണീരേ പൂർവവസ്ഥിതഃ തതോതി ഹർഷാൽ സുഗ്രീവോ രാമമാഹാതി വിസ്മിതഃ. തഥാ ഇതി ധനു ആദായ. ശരി, അങ്ങനെ പറഞ്ഞ ഒരു കൂസലും ഇല്ലാതെ ശ്രീരാമഭഗവാൻ വില്ലെടുത്ത് തത്ര സായകം സന്തതേ, അതിൽ ബാണം തൊടുത്തു, അമ്പ് തൊടുത്തു വില്ലെടുത്തിട്ട്. മഹാബലഹ രാമ തഥാ 7 താലാൻ ബിഭേദ ച, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ മഹാബലശാലിയായിട്ടുള്ള രാമൻ ആ 7 താലവൃക്ഷങ്ങളെ വെട്ടിട്ടു. ഓട്ടുണ്ടാക്കുന്നതല്ല, ദ്വാരം ഉണ്ടാക്കല്ല, മുറിച്ചിട്ടു ചെയ്തു. 7 താലാൽ ഗിരിം ഭൂമി ച വിനിർഭിദ്യ, 7 താലവൃക്ഷങ്ങളും പർവ്വതത്തിനെയും ഭൂമിയും ഭേദിച്ചിട്ട്, വിനിർഭിദ്യ പറഞ്ഞില്ലേ, ഭേദിച്ചിട്ട് സായക പുനഃ ആഗത്യ, എന്നിട്ട് ആ അമ്പ് അതിനെ 7 വൃക്ഷങ്ങളെയും മുറിച്ച് ആ അമ്പ് പിന്നെയോ വന്നിട്ട് രാമസ്യ തൂണീരെ, രാമൻ്റെ കാൽക്കൽ കാൽക്കലല്ല, മറ്റേ ആവനാഴിയിൽ പൂർവവസ്ഥിത, മുമ്പത്തെ പോലെ പോയിരുന്നു ഈ അമ്പ്. തതഃ അതിഹർഷത്, അപ്പോൾ വിസ്മിതഃ, സന്തോഷമായിട്ട് സുഗ്രീവൻ രാമനോട് പറഞ്ഞു, ശരി, ഈ 7 താലവൃക്ഷങ്ങളിൽ ഓട്ടം ഉണ്ടാക്കണം എന്നാണല്ലോ, ദ്വാരം ഉണ്ടാക്കാനല്ലോ, ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. വേഗം, ഒരു കൂസലും ഇല്ല, ആവനാഴിയിൽ നിന്ന് അമ്പെടുത്തു, വില്ല് കൊലച്ചു, എന്നിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഭേദിച്ചു എന്ന് മാത്രമല്ല, ഒറ്റ അമ്പോട് അതിനെ മുഴുവനെ മുറിച്ചിട്ടു എന്ന് മാത്രമല്ല, ആ പർവ്വതത്തിനെയും ഭൂമിയും കൂടിയും, അത് നിൽക്കണ ആ ഭാഗത്തിനെയും ഭൂമിയും കൂടിയും ഭേദിച്ചതിന് ശേഷം ആ ബാണം, ആ അമ്പ് മടങ്ങി വന്ന് രാമൻ്റെ ആവനാഴിയിൽ മുമ്പത്തെ പോലെ ഇരുന്നു. അതുണ്ടായിട്ടുള്ള സന്തോഷം കൊണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടിട്ട് സുഗ്രീവൻ രാമനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ അമ്പ് ആക്ച്വലി ഈ 7 വൃക്ഷങ്ങളെ മുറിച്ച് ആ നിന്നേർന്ന ആ ഭാഗത്തിനെയൊക്കെ ഭേദിച്ച്, ഭൂമിയെ ഭേദിച്ച്, ആ പർവ്വതത്തിൻ്റെ ആ ഭാഗത്തിനെയും ഭൂമി തന്നെ ഭേദിച്ചിട്ട് ആ ആവനാഴി തന്നെ വന്നിരുന്നേ ആ അമ്പേ. അത്ര ഭഗവാന് പറ്റാത്തൊന്നുമില്ലല്ലോ. അത് കണ്ടപ്പോൾ സുഗ്രീവൻ രാമനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ആണ് അടുത്തതേ. അപ്പോൾ 74, 75 വായിക്കാം. തഥേതി ധനുരാദായ സായകം തത്ര സന്തതേ ബിഭേദ ച തദാ രാമ 7 താലാൻ മഹാബല
താലാൻ സപ്തവിനിർഭിദ്യ ഗിരിം ഭൂമിം ച സായക പുനരാഗത്യ രാമസ്യ തൂണീരേ പൂർവവത് സ്ഥിതഃ തതോധിഹർഷാൽ സുഗ്രീവോ രാമമാഹാതി വിസ്മിത. രാമം ആഹാ പറഞ്ഞ രാമനോട് പറഞ്ഞു. ശ്രീരാമൻ്റെ ജീവിതത്തിൽ ഒരുപാടൊന്നും ഇങ്ങനെ ദിവ്യശക്തികൾ കാണിക്കാറില്ല. കൃഷ്ണൻ എപ്പോഴും എല്ലാ നിമിഷവും എന്നുള്ള പോലെയല്ലേ, എപ്പോഴും ദിവ്യശക്തികൾ കാണിക്കുമല്ലോ. ഇതിപ്പോൾ ഇവിടെ ശരിക്കും സാധാരണക്കാരനല്ല, ഒരു ദിവ്യപുരുഷനാണെന്ന് കാണിച്ചു ഇതിൽ അല്ലേ. ഇനി 76. ദേവ ത്വം ജഗതാം നാഥ പരമാത്മാ ന സംശയ മത്പൂർവകൃത പുണ്യൈഖൈ സംഗതോദ്യമയാ സഹ. അപ്പം ശരിക്കും ബോധ്യായി ദിവ്യപുരുഷനാണെന്നേ. സാധാരണക്കാർക്കൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത്. ദേവ പരമാത്മാത്വം ജഗതാം നാഥ. ഹേ ദേവ, അങ്ങ് പരമാത്മാവ് തന്നെയായിട്ടുള്ള അങ്ങ് ഈ ലോകങ്ങളുടെ മുഴുവൻ നാഥനാണ്. മത് പൂർവകൃത പുണ്യൗഖൈഹി, ഞാൻ എന്തോ പൂർവകാലത്ത് ചെയ്ത സുഹൃതങ്ങൾ കാരണം അദ്യ മയാസഹ സംഗത, ഇപ്പോൾ എനിക്ക് അങ്ങയായിട്ട് ഒരു സംസർഗം ഉണ്ടാവാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങ് ഒരു സാധാരണ ആളൊന്നുമല്ല, അങ്ങ് ആ പരമാത്മാവ് തന്നെ. ഈ ശ്രീരാമരൂപം കണ്ട ആ പരമാത്മാവ് തന്നെ ശ്രീരാമരൂപം പൂണ്ട് ഇവിടെ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ എൻ്റെ പൂർവജന്മ സുഹൃതം, എത്രയോ സുഹൃതം ഞാൻ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ ഈ സംസർഗത്തിന് എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് ഞാൻ എത്രയോ ജന്മങ്ങൾ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമാണെന്ന് എനിക്ക് സംശയമില്ല എന്ന് പറയണം കേട്ടോ സുഗ്രീവനെ അപ്പം നല്ല ബോധ്യമായി ശ്രീരാമന് ബാലിയെ കൊല്ലാൻ പറ്റുന്നേ, ഇത് രക്ഷിക്കാൻ പറ്റുന്ന. ദേവത്വം ജഗതാം നാഥ പരമാത്മാ ന സംശയ മത് പൂർവകൃത പുണ്യൗഖൈഹി സംഗതോദ്യമയാ സഹ. പൂർവകൃത പുണ്യൗഖൈഹി, ഞാൻ മുമ്പ് ചെയ്ത പുണ്യങ്ങൾ നമുക്കങ്ങനെ തോന്നുമല്ലോ, ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നുമല്ലേ എന്തെങ്കിലും ഉണ്ടായാൽ. ഈശ്വര ഞാൻ ചെയ്തിട്ടൊന്നുമല്ല, എൻ്റെ എന്തോ പൂർവ്വജന്മ സുഹൃതം എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ പറയാൻ സുഗ്രീവൻ. ത്വാം ഭജന്തി മഹാത്മാന സംസാര വിനിവൃത്തയേ ത്വാം പ്രാപ്യ മോക്ഷ സച്ചിവം പ്രാർത്ഥയേഹം കഥം ഭവം. മഹാത്മാനഃ സംസാര നിവൃത്തയേ ത്വാം ഭജന്തി, മഹാത്മാക്കൾ പോലും ഈ സംസാര നാശത്തിനായിട്ട് അങ്ങയെ തന്നെ ഭജിക്കുന്നു. അതായത് വലിയ വലിയ യോഗീശ്വരന്മാർ പോലും ഈ സംസാരം തരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാനായിട്ട് ഭഗവാനെ തന്നെയാണ് ഭജിക്കണത്. മോക്ഷ സജീവം ത്വാം പ്രാപ്യ, മോക്ഷപ്രദനായ അങ്ങയെ പ്രാപിച്ചതിന് ശേഷം കഥം ഭവം പ്രാർത്ഥയെ, ഞാൻ എങ്ങനെയാണ് ഈ സംസാരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക? കാരണം അങ്ങയെ കാണുന്നത് എനിക്ക് മോക്ഷം കിട്ടിയ ഫലമായി. ഇനി എനിക്ക് എന്ത് സംസാര സുഖങ്ങളാണ് വേണ്ടത് പറയണം. അതായത് വലിയ വലിയ യോഗീശ്വരന്മാരും മഹാത്മാക്കൾ പോലും സംസാരനാശത്തിനായിക്കൊണ്ട് നിന്തിരിവടിയെ തന്നെയാണ് ഭജിക്കണത്. ഇങ്ങനെ മോക്ഷദാതാവായ അങ്ങ് എൻ്റെ മുമ്പിലിപ്പോൾ അങ്ങയെ എനിക്ക് ഒരു മിത്രമായിട്ട് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ അല്ലേ. എല്ലാവർക്കും മോക്ഷം നൽകുന്ന ആ പരമാത്മാവ് തന്നെ സ്വരൂപം പൂണ്ട അങ്ങയെ എനിക്കിപ്പം മിത്രമായിട്ട് ലഭിച്ചിരിക്കുന്നു. ഇനി എന്ത് പ്രപഞ്ചസുഖം വേണമെന്നാണ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാനുള്ളത്? ഈ മോക്ഷത്തിനുപരിയായിട്ട് ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എനിക്ക് വേറൊരു പ്രപഞ്ചസുഖം ഉണ്ടായിട്ട് എന്ത് കാര്യം? മോക്ഷം തന്നെ ഇപ്പം അങ്ങ് തന്നു. പരമാത്മാവ് തന്നെ സ്വരൂപം പൂണ്ട അങ്ങ് എൻ്റെ മിത്രമായിട്ട് ഇവിടെ വന്ന് എന്നെ രക്ഷിക്കാൻ ഇവിടെ എനിക്ക് ദർശനം തന്നു. ഇനി ഇതിലും വലിയൊരു ഭാഗ്യം എനിക്കില്ല. ഇനി എന്ത് പ്രപഞ്ചസുഖമാണ് ഈ മോക്ഷത്തിനുപരിയായിട്ട് എനിക്ക് ആഗ്രഹിക്കാനുള്ളത്? ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക ചോദിക്കണം. ത്വാം ഭജന്തി മഹാത്മാന സംസാര വിനിവൃത്തയേ ത്വാം പ്രാപ്യ മോക്ഷ സജീവം പ്രാർത്ഥയേഹം കഥം ഭവം. ദാരാ പുത്രാ ധനം രാജ്യം സർവം ത്വന്മായയാ കൃതം അതോഹം ദേവദേവേശ ന കാം ക്ഷേന്യൽ പ്രസീദമേ. സുഗ്രീവൻ നല്ല ഒരു തത്വബോധം ഉണ്ടായിരുന്നു. നോക്കൂ, ധാര, ഭാര്യ, പുത്രാഹ, മക്കള്, ധനം, രാജ്യം, സർവം എല്ലാതും ത്വൻ മായയാ കൃതം, അങ്ങയുടെ മായയാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഇതൊക്കെ. ഏത്? ഭാര്യയും മക്കളും
ഈ സമ്പത്തും രാജ്യവും ഈ കാണുന്ന പ്രപഞ്ചത്തിലത്തെ എല്ലാം മായയാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതഹ ദേവദേവേശ, അതുകൊണ്ട് ഹേ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാനെ, അന്യത് അഹം ന കാംക്ഷേത്, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം അങ്ങയുടെ ദർശനവും അങ്ങയുടെ മൈത്രിയും എനിക്കുണ്ടായില്ലേ. മേ പ്രസീത, എൻ്റെ പേരിൽ പ്രസാദിക്കണേ, അത് മാത്രം മതി പറഞ്ഞു. ഒന്നും വേണമെന്നില്ല എന്ന്. അതായത് ഭാര്യ, പുത്ര, ധന, രാജ്യം, ഇങ്ങനത്തെ സകലവും നിന്തിരുവടിയുടെ മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതൊന്നും യഥാർത്ഥമല്ല, അതൊന്നും അനശ്വരല്ല. ഞാൻ അതിനെ ഒന്നും ആഗ്രഹിക്കണില്ല. ഹേ ദേവദേവേശ, അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ, എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് മോചിപ്പിക്കണേന്ന് ചുരുക്കം. അത് മാത്രമേ വേണ്ടൂ പറഞ്ഞു സുഗ്രീവൻ. ധാരാ പുത്രാധനം രാജ്യം സർവം ത്വന്മായയാ കൃതം അതോഹം ദേവദേവേശ ന കാംക്ഷിന്യൽ പ്രസീദമേ. 79. ആനന്ദാനുഭവം ത്വാദ്യ പ്രാപ്തോഹം ഭാഗ്യഗൗരവാത് മൃദർത്ഥം യതമാനേന നിധാനമിവ സത്പദേ. ആനന്ദാനുഭവം ആനന്ദാനുഭവം തന്നെയായ അങ്ങയെ ഭാഗ്യ ഗൗരവാത്, ഭാഗ്യം അതായത് അങ്ങേയറ്റമുള്ള ഭാഗ്യത്താൽ അദ്യ അഹം പ്രാപ്ത, ഞാനിപ്പോൾ പ്രാപിച്ചു. അങ്ങൊരു ആനന്ദ സ്വരൂപനാണ്. അങ്ങനെയുള്ള അങ്ങേ എനിക്ക് പ്രാപിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഇപ്പോൾ. സൽപതേ, എല്ലാ സജ്ജനങ്ങളുടെയും നാഥനായ ഭഗവാനെ, മൃദർത്ഥം യഥ മാനേന, മണ്ണിന് വേണ്ടി പരിശ്രമിക്കുന്നവനാൽ നിധാനം ഇവ, നിധി എന്ന പോലെ. അതായത് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുക്കട്ടെ എന്ന് വിചാരിച്ച് മണ്ണ് കുഴിച്ചപ്പോൾ നിധി കിട്ടിയ പോലെ ഈ നിൽക്കുന്ന ഹേ എല്ലാവരെയും ഈ സജ്ജനങ്ങളുടെ മുഴുവൻ രക്ഷകനായിട്ടുള്ള ഭഗവാനെ, മണ്ണിന് വേണ്ടി കിളയ്ക്കണ ഒരാൾക്ക് ഭാഗ്യം കൊണ്ട് നിധി തന്നെ കിട്ടിയ എങ്ങനെയാണ്, അതുപോലെയാണ് ഈ ജഡമായിട്ടുള്ള എൻ്റെ ശരീരത്തെ എൻ്റെ ശത്രു എന്ന് പറയപ്പെടുന്ന ബാലിയിൽ നിന്ന് രക്ഷിക്കാൻ പരിശ്രമിക്കണ എനിക്ക് ആനന്ദസ്വരൂപനായിട്ടുള്ള അല്ലെങ്കിൽ മോക്ഷസ്വരൂപനായിട്ടുള്ള ഭഗവാനെ തന്നെ കിട്ടിയിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് എന്താണ്? എൻ്റെ ഈ ജഡശരീരം ബാലിയിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയത് എന്താണ്? ഭഗവാനെ തന്നെ കിട്ടി. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയണം. അതായത് മണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിളയ്ക്കുമ്പോൾ ഒരു നിധി കിട്ടിയാൽ ആഗ്രഹിച്ചിട്ടല്ലോ അത്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടൊന്നുമല്ല. മണ്ണിങ്ങനെ കുറച്ചെടുക്കാമെന്ന് വേണ്ടിയിട്ട് കിളച്ചു ഒരു ദിക്കില്ല, നിധി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഞാൻ എൻ്റെ ഈ ജഡശരീരത്തിനെ എൻ്റെ ശത്രുവായിട്ടുള്ള ബാലി, എൻ്റെ സഹോദരനും ശത്രുവായിട്ടുള്ള ബാലിയിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി ശ്രമിക്കണം. എനിക്ക് ഇപ്പം എന്താ കിട്ടിയത്? മോക്ഷസ്വരൂപനായിട്ടുള്ള അങ്ങേ തന്നെ കിട്ടി. ഇതിലെന്താ ഇതിലധികം ഭാഗ്യം ആർക്കാ എന്താ ഉണ്ടാവുക? ആനന്ദാനുഭവം ത്വാദ്യ പ്രാപ്തോഹം ഭാഗ്യഗൗരവാത് മൃദർത്ഥം യതമാനേന നിധാനമിവ സൽപതേ. അതായത് സുഗ്രീവൻ്റെയൊക്കെ ഇത് കണ്ട അത്ഭുതമായിട്ട് അവനവൻ തന്നെ ഭാഗ്യത്തിൽ അത് ശരിക്കും അതിനെ അറിയുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ എൻ്റെ സുഹൃതാണെന്ന് തന്നെ ആ സമയത്ത് അനുഭവിക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ ആ സഹായവും അനുഗ്രഹവും അനുഭവിക്കുന്ന സമയത്ത് തന്നെ അത് ബോധ്യമാവാനുള്ള ഭാഗ്യമുണ്ട് ഈ സുഗ്രീവനെ. അല്ലേ, പറഞ്ഞില്ലേ എനിക്ക് ഇനി ഇതിലധികം ഒന്നും വേണ്ടെന്നല്ല ബോധ്യമായി. അതൊരു ഭാഗ്യമല്ലേ, സുഹൃതം തന്നെ. ഇനി 80ഉം 81. അനാദ്യ വിദ്യാസംസിദ്ധം ബന്ധനം ഛിന്നമദ്യ നഹ യജ്ഞദാന തപ കർമ്മപൂർത്തേഷ്ടാധിപിരപ്യസോ ന ജീര്യതേ പുനർദാർഢ്യം ഭജതേ സംസൃതി പ്രഭോ ത്വത്പാദദർശനാൽ സദ്യോ നാശമേതി ന സംശയ. അനാദ്യവിദ്യാസംസിദ്ധം നഹ ബന്ധനം. അതായത് അവിദ്യ കൊണ്ടാണ് നമുക്ക് ഈ ദേഹാഭിമാനവും ഈ കർമ്മബന്ധനവും ഒക്കെ ഉണ്ടാവുന്നത്. അജ്ഞാനം കൊണ്ടാണല്ലോ നമുക്ക് ഈ ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം ഉറയ്ക്കാത്തതുകൊണ്ടാണ്. അതിനെയാണല്ലോ അവിദ്യ അല്ലെങ്കിൽ ഇഗ്നറൻസ് എന്ന് പറയണത്. അപ്പം അവിദ്യ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ ഈ കർമ്മബന്ധനം ഉണ്ടല്ലോ, ഛിന്നം, ഇപ്പം തന്നെ അതെനിക്ക് മുറിക്കപ്പെട്ടു അങ്ങയുടെ ഈ ദർശനം കൊണ്ടും സംസർഗം കൊണ്ടും. യജ്ഞദാന തപ
കർമ്മപൂർത്തേഷ്ടാദിഭി അഭി യജ്ഞം ദാനം തപസ് കർമ്മം പൂർത്തം പറഞ്ഞാൽ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, കിണർ കുഴിക്കുക, അങ്ങനെ ഉണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യണം, അതൊക്കെയാണ് പൂർത്തം. ഇങ്ങനെയുള്ള ഇഷ്ടം ഇങ്ങനത്തെ നല്ല നല്ല കർമ്മങ്ങളാൽ അസൗ സംസ്കൃതി ഈ സംസാരം ജീര്യതേ നശിക്കുന്നില്ല. ആൾക്കാരൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്യുകൊണ്ടാണ് സംസാരം ഇപ്പം നശിക്കാത്തത്. പുനഃ ദാർഢ്യം ഭജതേ, വീണ്ടും ദൃഢതയെ ഭജിക്കുന്നു. ത്വത്പാദദർശനാൽ അങ്ങയുടെ പാദ പത്മങ്ങൾ കണ്ടത് കാരണം സദ്യ നാശം ഏതീന സംശയ, ഉടനെ നാശത്തെ പ്രാപിക്കുന്നു, സംശയമില്ല. അതെന്താ പറയണ വെച്ചാൽ ഈ അജ്ഞാനം ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴാണ് ഈ അജ്ഞാനം തുടങ്ങിയെന്ന് പോലും നമുക്കറിയില്ല. അതായത് ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവില്ലായ്മയാണ് അജ്ഞാനം. എന്നിട്ട് ഞാൻ ആത്മാവാണെന്ന് അറിയാതെ ഞാൻ ശരീരമാണെന്ന് വിചാരിച്ച് ഈ ശരീരം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കണേനാണ് അജ്ഞാനം എന്ന് പറയണത്. ആ അജ്ഞാനം കൊണ്ട് വന്നു ചേർന്നതാണ് എൻ്റെ ഈ സംസാര ബന്ധനമൊക്കെ. ഇപ്പോൾ അങ്ങയെ കണ്ടത് കാരണം അത് മുറിക്കപ്പെട്ടു. യജ്ഞം ദാനം തപസ് പല വേദത്തിൽ വിധിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, പിന്നെ കുളം കിണറ മുതലായ അതാണല്ലോ പൂർത്തം നിർമ്മിക്കുക, അഗ്നിഹോത്രം മുതലായ കൊണ്ട് ജനനമരണ പ്രവാഹ രൂപമായിട്ടുള്ള ഈ സംസാരം നശിക്കില്ല എന്ന് മാത്രമല്ല വീണ്ടും ബലം കൂട്ടേയുള്ളൂ. അതായത് നമ്മൾ ഈ സകാമായിട്ടുള്ള ചെയ്യണ കർമ്മം കൊണ്ടൊന്നും നമ്മുടെ ഈ സംസാര ബന്ധം നശിക്കില്ല എന്ന് മാത്രമല്ല, അത് കുറച്ചും കൂടി ആഗ്രഹിച്ചിട്ട് ഓരോന്ന് ചെയ്യുകയാണ്. അത് കിട്ടുമ്പോൾ കുറച്ചും കൂടി ആഗ്രഹിക്കുക. അപ്പം ശരിക്കും പറയാച്ചാൽ ആ സംസാര ബന്ധനത്തിൻ്റെ ശക്തി കൂടുകയാണ് ചെയ്യണം നമ്മളിങ്ങനത്തെ ആഗ്രഹിച്ച് ചെയ്യണ കാര്യങ്ങളൊക്കെ. അതായത് എനിക്ക് പുണ്യം കിട്ടും, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്ത് പോവും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്തു വെച്ചാൽ എനിക്ക് നല്ലത് വരും. ഇങ്ങനെ നമ്മൾ നല്ലത് വരാനാണെങ്കിൽ പോലും നല്ല കർമ്മങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഫലം ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ ബന്ധനം ഉണ്ടാവുകയാണ്. അതാണ് പറഞ്ഞതിൽ നോക്കൂ, ഈ യജ്ഞം ദാനം തപസ് അതൊക്കെ എന്തെങ്കിലും കിട്ടാനാണ്, എന്തെങ്കിലും ആഗ്രഹിച്ച് ചെയ്യാവേ. പിന്നെ പല നല്ല കർമ്മങ്ങളും കുളം കിണറൊക്കെ കുഴിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾക്ക് നല്ല പേരിന് വേണ്ടിയിട്ട് യശസ്സിന് വേണ്ടിയിട്ട് അല്ല, അങ്ങനെയൊക്കെ. ഇങ്ങനെ ഈ ജനനമരണ പ്രവാഹ രൂപമായിട്ടുള്ള ഈ സംസാരം അതുകൊണ്ടൊന്നും നശിക്കില്ല. ശരിക്കും പറയാച്ചാൽ അതിൻ്റെ ശക്തി കൂടെയുള്ളൂ. അങ്ങയുടെ പാദസ്പർശം അല്ലെങ്കിൽ പത്മങ്ങളുടെ ദർശനം സിദ്ധിച്ചാൽ അതൊക്കെ ഉടനെ നശിക്കും. എന്താ കാരണം വെച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ എല്ലാ ഈ ബന്ധങ്ങളും എനിക്ക് ഇനി ഒന്നും വേണ്ട, അങ്ങയെ മോക്ഷം പ്രാപിക്കുക വേണ്ടു എന്ന് തോന്നുന്നുണ്ടപ്പോൾ. അതിന് കാരണം അങ്ങയെ ദർശിച്ചത് കൊണ്ട് എൻ്റെ സംസാര ബന്ധം മുഴുവൻ മുറിഞ്ഞിരിക്കണു. അതാണ് അജ്ഞാനം കൊണ്ടാണ് എൻ്റെ ബന്ധനം ഉണ്ടായത്. പക്ഷെ അങ്ങയെ കണ്ടപ്പോൾ എൻ്റെ അജ്ഞാനമാകുന്ന ചരട് മുറിഞ്ഞിട്ട് എനിക്ക് ആത്മവിവേകം ഉണ്ടായിരിക്കണം, ഞാൻ ആത്മാവാണെന്നുള്ള ബോധം. ബാക്കി എന്തുകൊണ്ടും സംസാരബന്ധം നശിക്കില്ല. അങ്ങയുടെ പത്മങ്ങളുടെ ദർശനം കൊണ്ട് മാത്രമാണ് അത് സാധിക്കണമെന്ന് സംശയമില്ല എന്ന് പറയാണ്. അനാദിവിദ്യാസംസിദ്ധം ബന്ധനം ഛിന്നമദ്യന യജ്ഞദാന തപോകർമ്മ പൂർത്തേഷ്ടാദിഭിരപ്യസൗ ന ജീര്യതേ. അതുകൊണ്ടൊന്നും നമ്മളെ ഈ സംസാരബന്ധനം ജീർണിക്കില്ല. പുനർദാർഢ്യം മാത്രമല്ല, കുറച്ചുകൂടി ബലാവുക ചെയ്യുക. ഭജതേ സംസതി പ്രഭോ ത്വത്പാദദർശനാൽ സദ്യോ നാശമേദിന സംശയ. 82. ക്ഷണാർത്ഥമപി യച്ചിത്തം ത്വയി തിഷ്ഠത്യചഞ്ചലം തസ്യാജ്ഞാനമനർത്ഥാനാം മൂലം നശ്യതി തക്ഷണാൽ. യച്ചിത്തം ക്ഷണാർത്ഥമപി, ഏതൊരാളുടെ മനസ്സ് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ത്വയി അചഞ്ചലം തിഷ്ഠതി, അങ്ങയിൽ അചഞ്ചലമായിട്ടിരിക്കുന്നുവോ, കുറച്ച് നേരത്തേക്കെങ്കിലും അങ്ങയിൽ മനസ്സുറപ്പിക്കാൻ കഴിയുന്ന ഒരാളുടെ അനർത്ഥാനാം മൂലം തസ്യ അജ്ഞാനം, ഈ അനർത്ഥങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ള ഈ അജ്ഞാനം ക്ഷണാൽ നശ്യതി, ക്ഷണത്തിൽ നശിക്കും. എന്താ പറഞ്ഞാൽ വെച്ചാൽ ഏതൊരു ആളുടെ മനസ്സ് ഒരു ലേശം നേരമെങ്കിലും ഒരു നിമിഷ നേരമെങ്കിലും ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കുന്നുവോ, അല്ലെങ്കിൽ ഭഗവാനിൽ തന്നെ ചലിക്കാതെ ഉറച്ചു നിൽക്കുന്നുവോ, ജനന മരണ ഈ
ചക്രത്തിൻ്റെ മൂലകാരനായിട്ടുള്ള അവൻ്റെ ആ അജ്ഞാനം ഉണ്ടല്ലോ, അത് ക്ഷണത്തിൽ നശിക്കുന്നു. ഏതൊരാളുടെ മനസ്സാണ് കുറച്ച് നേരത്തേക്കെങ്കിലും ഭഗവാനിൽ ചലിക്കാതെ നിൽക്കുന്നത്, അവൻ്റെ ജനന ചക്രത്തിൻ്റെ ആദിമൂലമായിരിക്കുന്ന ആ അജ്ഞാനം അപ്പം തന്നെ നശിക്കുന്നു. ഭഗവാനിൽ സർവാത്മന ശരണാഗതി അടഞ്ഞ നിമിഷം, സർവാത്മന കുറച്ച് നേരമായാലും മതി, സർവാത്മന ശരണാഗതി അടഞ്ഞ നിമിഷം തന്നെ ഈ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയാൻ കാരണമായിട്ടുള്ള നമ്മുടെ അജ്ഞാനം ഒരു നിമിഷം കൊണ്ട് തീരെ നശിക്കും എന്നാണ് പറഞ്ഞേട്ടോ. ക്ഷണാർത്ഥമഭിയച്ചിത്തം ത്വയി നിഷ്തിഷ്ഠത്യചഞ്ചലം തസ്യാജ്ഞാനമനർത്ഥാനാം മൂലം നശ്യതി തൽക്ഷണാൽ. വ്യാസഭഗവാൻ ഭക്തി തന്നെയാണ് പ്രചരിപ്പിക്കണതേ. ഭാഗവതത്തിലാണെങ്കിലും ഇപ്പം വാൽമീകിയുടെ രാമായണം എടുത്തിട്ട് അതിൽ ഭക്തി ചേർത്തിട്ട് നമുക്ക് അധ്യാത്മരാമായണം തന്നിരിക്കുകയാണ്. അതായത് അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള സൈഡിനെ ഉയർത്തിപ്പിടിച്ചിട്ട് രാമകഥ പറയുക. വാൽമീകി രാമായണത്തിൽ ഭഗവാൻ മനുഷ്യനായിട്ടാണ്, ഒരുപാട് ഭക്തിക്ക് സ്ഥാനം കൊടുത്തിട്ടില്ലേ വാൽമീകി. അതിലത്തെ കഥ എടുത്തിട്ട് ഭക്തി അങ്ങോട്ട് വർദ്ധിപ്പിച്ചിട്ട് ഭക്തി സംവർദ്ധകമായിട്ടുള്ളൊരു കഥ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതാണല്ലോ ഇപ്പം ഇതിൽ നോക്കൂ പറഞ്ഞത്. എന്തിട്ടായിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഭഗവാനെ സർവാത്മന ശരണാഗതി അടയുന്നവർക്ക് ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഉറപ്പാണെന്ന് പറയുകയാണ്. തത്തിഷ്ഠതു മനോ രാമ ത്വയി നാന്യത്ര മേ സദാ രാമ രാമേതി യദ്വാണി മധുരം ഗായത്രി ക്ഷണം സബ്രഹ്മഃ സുരോപോ വാ മുച്യതേ സർവപാതകൈഃ തദ് രാമ മേ മനഃ. അതുകൊണ്ട് ഹേ രാമ, എൻ്റെ മനസ്സ് സദാ ത്വയി തിഷ്ഠതു അന്യത്ര ന, അങ്ങയിൽ തന്നെ നിൽക്കട്ടെ. വേറെ അതാണ് എനിക്ക് വേണ്ട അനുഗ്രഹം. അതുകൊണ്ട് ശ്രീരാമഭഗവാനെ, എൻ്റെ മനസ്സ് അങ്ങയിൽ തന്നെ ഒരു ചാബല്യമില്ലാതെ ദൃഢമായി നിൽക്കട്ടെ, മറ്റൊന്നിലേക്കും പോവരുത്. അന്യത്ര ന, വേറൊന്നിലേക്കും എൻ്റെ മനസ്സ് ചലിക്കരുത്. യദ്വാണി രാമ രാമ ഇതി, ഏതൊരുവൻ്റെ വാക്ക് രാമ രാമ എന്ന് മധുരം ക്ഷണം ഗായതി, മധുരമായി ആരാണ് രാമ രാമ എന്ന് ഗാനം ചെയ്യുന്നത്? സംബ്രഹ്മഃ സുരോപഹ വാ, അവൻ അതായത് ബ്രഹ്മഹത്യാപാപം ചെയ്തവനാണെങ്കിലും, പിന്നോ സുരോപഹ ചണ്ട മദ്യപാനം ചെയ്യുന്നവനായിരുന്നാലും സർവപാതകൈ മുച്യതേ, സർവ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. എന്താ പറയണം, എന്തൊരു ഭക്തിയായിട്ടാ സുഗ്രീവൻ നോക്കൂ. അതുകൊണ്ട് ഹേ രാമ, എൻ്റെ മനസ്സ് മറ്റൊന്നിലേക്കും പോവാതെ അങ്ങയെ തന്നെ എപ്പോഴും അങ്ങയിൽ തന്നെ ഉറച്ചു നിൽക്കുമാറാകട്ടെ. ഏതൊരുവൻ്റെ വാക്ക് ഒരു കുറച്ച് ക്ഷണസമയത്തേക്കെങ്കിലും രാമരാമ എന്ന് മധുരമായിട്ട് കീർത്തിക്കുന്നുവോ, ആരാണ് കുറച്ച് നേരത്തേക്കെങ്കിലും രാമ രാമ എന്ന് മധുരമായിട്ട് പാടണത്, അവൻ ബ്രാഹ്മണവധം, അതായത് ബ്രഹ്മഹത്യാപാപമുള്ളവർക്കും ഈ മദ്യപാനം മുതലായിട്ടുള്ള മഹാപാപങ്ങളെ ചെയ്തവർക്കും കൂടി ഈ രാമനാമം ജപിച്ചാൽ ക്ഷണത്തിൽ സർവപാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്ന് പറയുകയാണ്. അത്ര സുഗ്രീവന് ബോധ്യമായി ഭഗവാന്റെ ആ ഒരു മഹത്വം. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ മനസ്സ് ഭഗവാനിൽ തന്നെ എപ്പോഴും ദൃഢമായി ഉറപ്പിക്കാൻ എനിക്ക് എന്നെ അനുഗ്രഹിക്കണം. എനിക്കറിയാം ബ്രഹ്മഹത്യാപാപവും അല്ലെങ്കിൽ മദ്യപാനം, ചൂതുകളി, അങ്ങനത്തെ പാപങ്ങൾ ചെയ്തവരുടെയും എല്ലാം പാപം രാമരാമ എന്ന് മധുരമായി ജപിച്ചാൽ ഉടനെ നശിക്കുന്ന എനിക്കറിയാം. അങ്ങനത്തെ രാമനെ എനിക്ക് എപ്പോഴും മനസ്സിൽ ധ്യാനിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തത്തിഷ്ഠതു മനോരാമ ത്വയി നാന്യത്ര മേ സദാ രാമ രാമേതി യദ്വാണി മധുരം ഗായതി ക്ഷണം. ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.